നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ കോർ കോഴ്സായിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രിയിലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോട്ട്സ് വേണ്ടവർക്ക് എന്ത് ചെയ്യാം, പ്ലേലിസ്റ്റിൽ പോയിട്ട് നോട്ട്സിൻ്റെ മാത്രം വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു പാടാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിൽ എസ് എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ, an environment can be defined as the sum of total of all social, economic, biological, physical and chemical factors which constitute the surroundings and influence the life of living organisms. It consists of three components: abiotic, non-living components, biotic or living components, energy component. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു പോകുന്ന ഭാഗമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് സെഗ്മെൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇതും അത്രയ്ക്ക് ഞങ്ങൾ ചോദിച്ചു കാണുന്നൊരു സെക്ഷനല്ല. അതിൽ ഫസ്റ്റ് വരുന്ന അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ ഈസ് എ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ഗ്യാസസ് സറൗണ്ടിങ് ദ എർത്ത് വിച്ച് കണ്ടെയ്ൻസ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് സേവ്സ് ഇറ്റ് ഫ്രം ദ ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റ് ഓഫ് ഔട്ടർ സ്പേസ്. മേജർ കമ്പോണൻസ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. ഇറ്റ് അബ്സോർബ്സ് മോസ്റ്റ് ഓഫ് കോസ്മിക് റേസ് ആൻഡ് ഓൾ ഹാംഫുൾ റേഡിയേഷൻസ്. ആ ഒരു ലൈൻ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. It acts as a source of oxygen for living organisms and CO2 for plants and N2 for plants and bacteria. ആ രണ്ട് പോയിന്റ്സ് എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. കാരണം എക്സാംസ് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്താണ്, ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്പ് ഓഫ് വാട്ടർ റിസോഴ്സസ് ഓൺ എർത്ത്, നെയിംലി ഓഷ്യൻസ്, സീസ്, റിവേഴ്സ്, ലേക്സ് എക്സെട്ര. About 97% of earth is water. നെക്സ്റ്റ് വരുന്ന ഭാഗം ലിതോസ്ഫിയർ ആണ്. ലിതോസ്ഫിയർ is outer mantle of solid earth consisting minerals occurring in the earth's crust in the form of soil, rocks, etc. നെക്സ്റ്റ് വരുന്നത് ബയോസ്ഫിയർ ആണ്. ബയോസ്ഫിയർ denotes realm of living organisms and their interactions with the environment, namely lithosphere, hydrosphere and atmosphere. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ആ അറ്റ്മോസ്ഫിയർ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കുക. ബാക്കിയുള്ളതൊന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസസ് കമ്മിയാണ്. ചോദിച്ചു കൂടായിക എന്നില്ല, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ഇവിടുന്ന് മുതലാണ് നമുക്ക് മെയിനായിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ കണ്ടാമിനേഷൻ ഓഫ് എനി പാർട്ട് ഓഫ് അവർ എൻവയോൺമെൻറ്റ് പർട്ടിക്കുലർലി ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ബൈ എനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്. എന്താണ് എൻവയോൺമെൻറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം കണ്ടാമിനേറ്റഡ് ആവണേനാണ് നമ്മൾ എന്ത് പറയുക, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഒരു പൊല്യൂട്ടൻ്റ് എന്നാണ് പറയുന്നത്. എനി സോളിഡ് ഓർ ലിക്വിഡ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ദാൻ ഇൻ നാച്ചുറൽ അബൻഡൻസ് ഓർ എനി ഏജൻറ്റ് ലൈക്ക് ഹീറ്റ്, റേഡിയേഷൻ ഓർ നോയ്സ് ആൻഡ് ഈസ് അൾട്ടിമേറ്റ്ലി ഹാംഫുൾ ടു ദ എൻവയോൺമെൻറ്റ് ഈസ് കാൾഡ് എ പൊല്യൂട്ടൻ്റ്. അതായത് സാധാരണ കാണപ്പെടുന്ന അളവിനേക്കാളും കൂടുതലായിട്ട് കാണപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് ദോഷം വരുത്തുന്നതായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക, പൊല്യൂട്ടൻ്റ് എന്ന് പറയാം. പൊല്യൂട്ടൻറ്റിൻ്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് എന്ത്, എയർ പൊല്യൂട്ടൻസ്. എയർ പൊല്യൂട്ടൻസിന് എക്സാമ്പിളാണ് എന്ത്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ NO2. പിന്നെ വാട്ടർ പൊല്യൂട്ടൻ്റെ എക്സാമ്പിളാണ് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഡിറ്റർജൻസ്. പിന്നെ സോയിൽ പൊല്യൂട്ടൻസിന് എക്സാമ്പിളാണ് മെറ്റൽസ്, പ്ലാസ്റ്റിക്സ്, പെസ്റ്റിസൈഡ്സ് എല്ലാം. നെക്സ്റ്റ് വരുന്ന ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസിൽ തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഡീഗ്രേഡബിൾ ടൈപ്സ്. ഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസോൾവ്ഡ്, മണ്ണിൽ ഡിസോൾവ് ആയി പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡീഗ്രേഡബിൾ എന്ന് പറയുക. അപ്പോൾ നോൺ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻസ് വിച്ച് ആർ ഡീഗ്രേഡബിൾ ബൈ നാച്ചുറൽ പ്രോസസ്സസ്. അതായത് ബയോ ഡീകമ്പോസിഷൻ വഴി, ബാക്ടീരിയാസ് വഴി മണ്ണിൽ നേരിട്ട് അലിഞ്ഞു പോകുന്ന ബാക്ടീരിയാസിനെ നമ്മൾ എന്ത് പറയുക, ഡീഗ്രേഡബിൾ എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾസ് വെജിറ്റബിൾസ്, സീവേജസ്. പിന്നെ സ്ലോലി ഡീഗ്രേഡബിൾ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻസ് വിച്ച് റിമെയിൻ ഇൻ ദ എൻവയോൺമെൻറ്റ് ഫോർ അൺചേഞ്ച്ഡ് ഫോം ഫോർ മെനി ഡിക്കേഡ്സ്. അതായത് ഒരുപാട് വർഷങ്ങളോളം മണ്ണിൽ കടന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, പതുക്കെ മണ്ണിലേക്ക് ലയിച്ചു പോകുന്നതായിട്ടുള്ള വസ്തുക്കൾ. അതിൽ എക്സാമ്പിളാണ് DDT, അതേപോലെ പ്ലാസ്റ്റിക്സ് ഒക്കെ. പ്ലാസ്റ്റിക് മണ്ണിൽ ഡിസോൾവബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അതിൽ ഒരു 10%, 20% ഒക്കെ എന്തായിട്ട് പോരും, ഡിസോൾവ് ആയിട്ട് പോയിട്ടുണ്ടാവും.
നെക്സ്റ്റ് non-degradable pollutants which are not broken down by natural processes. അതിന് എക്സാമ്പിളാണ് ലെഡ്, മെർക്കുറി. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ആണ്. ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് മുതലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊല്യൂട്ടൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസിൽ ഫസ്റ്റ് വരുന്നത് എയർ പൊല്യൂഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എയർ പൊല്യൂഷൻ. ഇപ്പോൾ കണ്ടാമിനേഷൻ ഓഫ് എയർ ബൈ അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് ഹാവിങ് എ ഡിറ്റർമിനേഷൻ എഫക്റ്റ് ഓൺ ലിവിങ് ഓർഗാനിസംസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ എന്ത് ചെയ്യുക, കണ്ടാമിനേറ്റഡ് ആവുക. കൂടാതെ ആ കണ്ടാമിനേഷന് കാരണമായ വസ്തുക്കൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ലിവിങ് ഓർഗാനിസംസിന് ഹാംഫുൾ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ഓക്സൈഡ്സ് മൂലം എന്ത് എയർ പൊല്യൂഷൻ വരുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്, അതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്, കാർബൺ മോണോക്സൈഡ്. Carbon monoxide is the most abundant air pollutant. It is formed by the reduction of CO2 at high temperature. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡീകമ്പോസ് ചെയ്തിട്ടാണ് എന്ത്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. ഇറ്റ് മിക്സസ് വിത്ത് ദ ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ് ആൻഡ് ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ. സാധാരണ നമ്മുടെ ഹീമോഗ്ലോബിനിൽ ആണ് എന്ത്, ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഓക്സിജൻ്റെ പ്ലേസിൽ കയറിയിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ആൻഡ് പ്രിവെൻറ്റ് ദ കോമ്പിനേഷൻ ഓഫ് O2 വിത്ത് ഹീമോഗ്ലോബിൻ. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ പ്ലാന്റ്സ് ആൾസോ. പ്ലാന്റ്സിന് എന്താണ്, ഹാംഫുൾ ആണ്. അതിൽ എന്തൊക്കെയാണ് പ്ലാന്റ്സിന് വരുന്നത്, ലീഫ് ഡ്രോപ്സ്, ഇലകൾ വിടാൻ കാരണമാവും. ലീഫ് കേർലിംഗ്, ഇലകൾ ചുരുളാൻ. പിന്നെ ഡിക്രീസ് ഇൻ ദ ക്ലോറോഫിൽ കണ്ടൻറ്റ്, അതിൻ്റെ ക്ലോറോഫിൽ ഹരിതകത്തിൻ്റെ കുറവിനൊക്കെ എന്തുണ്ടാവും, ഈ കാർബൺ മോണോക്സൈഡ് കാരണമാവും. പിന്നെ CO2 is pumped in the atmosphere through respiration, through combustion and respiration. നമ്മൾ ഈ CO2 ഫസ്റ്റ് വരുന്നത് CO, പിന്നെ വരുന്ന ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഒന്ന് കാർബൺ മോണോക്സൈഡും ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്, അത് റെസ്പിറേഷൻ വഴിയും അതേപോലെ കമ്പഷൻ വഴിയും. ആ കമ്പഷനിൽ തന്നെ ഒരു ഡീകമ്പോസിഷൻ നടക്കുമ്പോഴാണ് എന്ത്, CO2 ഡീകമ്പോസ് ആകുമ്പോഴാണ് എന്ത്, കാർബൺ മോണോക്സൈഡായിട്ട് മാറുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയാൽ എന്ത് കൂടും, അവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടും. അത് നമ്മൾ എന്താണെന്ന് ഡീറ്റെയിലായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കൂടുക. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ ഓക്സൈഡ്സ് മൂലം എന്ത് എയർ പൊല്യൂഷൻ വരുന്നതിനാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് NO, നൈട്രജൻ മോണോക്സൈഡ്. അതിൽ NO, NO2, N2O എക്സെട്ര മേജർ എയർ പൊല്യൂട്ടൻസ് പ്രസൻറ്റ് ഇൻ ഓട്ടോമൊബൈൽ എക്സോട്സ്. ഓട്ടോമൊബൈൽ എക്സോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വാഹനങ്ങളിൽ ആൻഡ് ഇലക്ട്രിക് പവർ ഇൻഡസ്ട്രീസ്, പവർ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യും. NO ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് N2 ആൻഡ് O2. അതായത് നൈട്രജനും ഓക്സിജനും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് എന്തുണ്ടാകുന്നത്, NO ഉണ്ടാകുന്നത്. അത് എന്താ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. NO2 ഈസ് ഹാംഫുൾ ഫോർ ഹ്യൂമൻ. എന്തൊക്കെ കോസ് ചെയ്യും NO2, ഇറിറ്റേഷൻ, അതേപോലെ ഗം ഇൻഫ്ലമേഷൻ, ബ്രോഞ്ചിറ്റീസ്. ഗം ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താടി വീക്കം, അതേപോലെ ബ്രോഞ്ചിറ്റീസിന് കാരണമാവും. ഇറ്റ്സ് എ റെസ്പിറേറ്ററി പ്രോബ്ലം ആണ് ബ്രോഞ്ചിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ സിഗരറ്റ് സ്മോക്കിംഗ് കണ്ടെയ്ൻ ഹൈ ലെവൽ ഓഫ് NO2 വിച്ച് കോസസ് ക്യാൻസർ. ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, എന്താണ്, നൈട്രിക് ഓക്സൈഡും NO2 അതിലുണ്ടായിരിക്കും, നൈട്രജൻ ഡൈ ഓക്സൈഡും അതിലുണ്ടായിരിക്കും. ദേ ഇൻവോൾവ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് റിസൾട്ട് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പോൾ NO2 എന്ത് ചെയ്യും, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും, ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാക്കും. ദേ ലെഡ് ടു ആസിഡ് റെയിൻ, ആസിഡ് റെയിനിന് കാരണമാവും. പിന്നെ പ്ലാന്റ്സ് ഡിസീസസ്, പ്ലാന്റ്സ് ഡിസീസസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഡിസീസസ് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ അതേ കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ് വരുന്നത് സ്മോഗ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, സ്മോഗ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മോഗ്, അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് 2 ടൈപ്സ് ഓഫ് സ്മോഗ്. എന്താണ് സ്മോഗ് എന്ന് പറഞ്ഞാൽ, സ്മോഗ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ മിക്സർ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റാണ് നമ്മൾ എന്ത് പറയുക, സ്മോഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് എയർ പൊല്യൂട്ടൻസ് which is often seen as dark grey or brown haze
ഹാങ്ങിങ് ഇൻ എയർ ഓവർ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഓർ അർബൺ ഏരിയാസ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെങ്കിൽ അർബൺ ഏരിയാസിലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഹെയ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കാണുക. അതിൽ 2 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ക്ലാസിക്കൽ സ്മോഗ് അല്ലെങ്കിൽ ലണ്ടൻ സ്മോഗ് അല്ലെങ്കിൽ സൾഫർ സ്മോഗ്. അധികം എക്സാമ്പിൾ ചോദിക്കുക ലണ്ടൻ സ്മോഗ് എന്ന് തന്നെയാവും ചോദിക്കുക. എന്താണ് ലണ്ടൻ സ്മോഗ് എന്നാണ് പറയുന്നത്. ഒക്യൂസ് നോർമലി ഇൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആൻഡ് ഇസ് ഫൗണ്ട് ആസ് എ ലിഞ്ചറിങ് ഡാർക്ക് ഗ്രേ ഹെയ്സ് ഇൻ മെനി കൺട്രീസ്. മെനി കൺട്രീസിൽ നമുക്ക് എന്താണ് കാണപ്പെടുന്ന ഒരു തരം സ്മോഗാണ് എന്ത് ലണ്ടൻ സ്മോഗ്. പർട്ടിക്കുലർലി ഇൻ വിൻ്റർ മോർണിംഗ്, വിൻ്ററിലെ സമയത്താണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ അതിൽ മേജർ കമ്പോണൻറ്റ് എന്തായിരിക്കും, സൾഫർ ഡയോക്സൈഡ് ആണ്. അത് കൂടാതെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അംശം ഉണ്ടാവും, SO3 ഉണ്ടാവാം, NH4 ഉണ്ടാവാം. പിന്നെ കെമിക്കലി ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് മിക്സ്ചറാണ്. ദ പ്രൈമറി റീസൺ ഫോർ എ ക്ലാസിക്കൽ സ്മോഗ് അല്ലെങ്കിൽ ലണ്ടൻ സ്മോഗ് ഈസ് എ കമ്പഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഹൗസ് ഹോൾഡ് സൾഫർ കണ്ടൈനിങ് ഫ്യൂവൽസ്. അപ്പോൾ മെയിൻ കമ്പോണൻറ്റ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്താണ്, സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്ന കമ്പഷൻസിൽ ഇവിടെ ഇൻഡസ്ട്രീസിൽ അതേപോലെ ഹൗസ് ഹോൾഡിൽ വരുന്ന കമ്പഷൻസ് കാരണമാണ് ഇത് പ്രധാനമായിട്ട് നടക്കുന്നത്. ഇതിന് ലണ്ടൻ സ്മോഗ് എന്നും പേര് വരാൻ കാരണം എന്താണ്, ലണ്ടനിൽ നടന്നുകൊണ്ട് അതിൻ്റെ ഒരു മെമ്മറിക്കാണ് ലണ്ടൻ സ്മോഗ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ആസ് ലണ്ടൻ സ്മോഗ് ആസ് എ മെമ്മറി ഓഫ് ടെറിബിൾ സ്മോഗ് എക്സ്പീരിയൻസ്ഡ് അറ്റ് December 1952. അപ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അത്യാവശ്യം എഴുതണം. ഇതും ഇതിനെ കമ്പാരിസൺ ആവും ചിലപ്പോൾ ചോദിക്കുക, ചിലപ്പോൾ ഇത് മാത്രം എന്താണെന്ന് ചോദിക്കാം. 3 മാർക്കിനാണെങ്കിൽ നമ്മളൊരു 5 പോയിൻറ്റ്സ് എങ്കിലും എന്ത് ചെയ്യുക, എഴുതാം. സ്മോക്ക് സ്റ്റാഗ്സ് അറ്റ് ഫാക്ടറീസ് ആൻഡ് പവർ പ്ലാന്റ്സ് ഹെൽപ്സ് ടു കൺട്രോളിങ് ഇൻഡസ്ട്രിയൽ സ്മോഗ്. അപ്പോൾ സ്മോക്ക് സ്റ്റാഗ്സ്, അതായത് വലിയ പുകക്കുഴലുകൾ, നീളത്തിലുള്ള പുകക്കുഴലുകളാണ് ഉദ്ദേശിക്കുന്നത് സ്മോക്ക് സ്റ്റാഗ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ഹൈറ്റിലേക്ക് ഇത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിലുള്ള സൈഡിൽ കുറേ എണ്ണം എന്ത് ചെയ്യും, പറ്റി പിടിക്കുകയാണ് ചെയ്യുക. നമ്മൾ വീടുകളിലൊക്കെ പുകക്കുഴലിൽ എന്ത് ചെയ്യും, കരി പറ്റി പിടിക്കുന്ന പോലെ ഈ സൾഫർ കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യും, സൈഡിൽ പറ്റി പിടിക്കുകയാണ് ചെയ്യുക. അതിനാണ് നമ്മൾ സ്മോക്ക് സ്റ്റാഗ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് അല്ലെങ്കിൽ ലോസ് ഏഞ്ചലസ് ടൈപ്പ് സ്മോഗ്. മറ്റേത് ലണ്ടൻ സ്മോഗ് അല്ലെങ്കിൽ സൾഫർ സ്മോഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്യൂസ് ഇൻ വാം ആൻഡ് ഡ്രൈ ആൻഡ് സണ്ണി ക്ലൈമറ്റ്. മറ്റേത് നമ്മളെന്താണ് വിൻ്റർ സീസണിലാണ്, ഇവിടെ എന്താണ് ഡ്രൈ കണ്ടീഷൻസിലാണ് ഉണ്ടാവുക. ആൻഡ് ലിഞ്ചേഴ്സ് ക്രിയേറ്റിംഗ് ബ്രൗൺ ഹെയ്സ് എബോവ് സിറ്റീസ്. മറ്റേതും ബ്രൗൺ ഹെയ്സ് ആയിരുന്നു, ബ്രൗൺ ഹെയ്സ് എബോവ് സിറ്റീസ്. കമ്പോണൻസ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഇൻക്ലൂഡ്സ് നൈട്രജൻ ഓക്സൈഡ്. അവിടെ സൾഫർ ഓക്സൈഡ്സ് ആണ്, ഇവിടെ എന്താണ് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. ഓസോൺ, അതേപോലെ ഫോർമാൽഡിഹൈഡ് അലോങ് വിത്ത് എ നമ്പർ ഓഫ് അതർ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ദി കമ്പോണൻസ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആർ സെക്കൻഡറി പൊല്യൂട്ടൻസ്, അതായത് നോട്ട് പ്രൈമറി പൊല്യൂട്ടൻസ്. അവരെന്താണ്, ഒരു പൊല്യൂട്ടൻറ്റിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന വേറെ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. ബൈ ദ ആക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ എ മിക്സർ ഓഫ് വോളറ്റൈൽ ഹൈഡ്രോകാർബൺസ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്. അതായത് പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ മുകളിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, അതായത് ലൈറ്റുമായിട്ട് അവരുടെ ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടാവുന്ന സെക്കൻഡറി പൊല്യൂട്ടൻസ് മൂലമാണ് നമ്മുടെ ലോസ് ആഞ്ചലസ് സ്മോഗ് അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഫോർമേഷൻസ് വരുന്ന സ്റ്റെപ്സ് എങ്ങനെയാണ്, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, എമിറ്റ് ഹൈഡ്രോകാർബൺസ്, NO2, O3, റിയാക്ട് ആൻഡ് ഫോം ഫോർമാൽഡിഹൈഡ്, പിന്നെ പാൻ എക്സെട്ര. NO2 is a major contributor of brown haze of smog. ബ്രൗൺ ഹേസ് ഓഫ് സ്മോഗിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ ആരുടെയാണ്, NO2-ൻ്റെയാണ്. ഇറ്റ് കോസസ് ഐ ഇറിറ്റേഷൻ. ഇറ്റ് കോസസ് മീൻസ് ആരൊക്കെ, പാന്, ആൽഡിഹൈഡ്, ഓസോൺ എക്സെട്ര. അവരൊക്കെ എന്താണ്, ഐ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ദേ ആർ കാർസിനോജനിക്സ്. കാർസിനോജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസറസ് ആണ്. അതേപോലെ ഇത് എഫക്റ്റ് ചെയ്യും, പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റീസൺസ്, കേളിങ്, ലീഫ്, ഇലവിഴൽ, കേളിങ്, അതേപോലെ നമ്മുടെ അതിൽ ക്ലോറോഫില്ലിൻ്റെ അളവ് കുറവ്, അതൊക്കെ ഇതിൽ നമുക്ക് എഴുതാം. അതിൻ്റെ കൺട്രോളിങ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, കൺട്രോൾ ഓഫ് പ്രൈമറി പ്രിക്കേഴ്സ് സച്ച് ആസ് NOx. പിന്നെ വരുന്നൊരു റെമഡി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ട്രീസ് ആണ്. പിന്നെ മോട്ടോർ വെഹിക്കിൾസിൽ എന്താണ്,
പെട്രോൾസിന് പകരം LPG അല്ലെങ്കിൽ CNG യൂസ് ചെയ്യുക. CNG ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. LPG യൂസ് ചെയ്തുള്ള ടെക്നോളജീസ് ഒന്നും നമ്മുടെ അടുത്തില്ല. പിന്നെ ഡിക്രീസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ്, അതൊക്കെയാണ് ഇതിനുള്ള ഇത്. പിന്നെയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആസിഡ് റെയിൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് എയർ പൊല്യൂഷൻ ചോദിക്കാം. അതില്ലാച്ചെങ്കിൽ വരുന്ന രണ്ടെണ്ണം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. സ്മോഗ്, 2 ടൈപ്പ് സ്മോഗ് ചോദിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആസിഡ് റെയിൻ ആണ്. അപ്പോൾ എന്താണ് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ? Acids, mainly HNO3 and H2SO4, are formed in the atmosphere from the air pollutants NO2 and sulfur oxides. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ആൾക്കാർ തന്നെയാണ്. ഫസ്റ്റത്തെ സ്മോഗിന് കാരണമായിട്ടുള്ള SO2, ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമായിട്ടുള്ള NO2. ഇവർ രണ്ടാൾ തന്നെയാണ് എന്ത് ആസിഡ് റെയിനും കാരണം. ദേ ആർ ബ്രോട്ട് ഡൗൺ ടു ദ എർത്ത് ആസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് റെയിൻ, സ്നോ, ഫോഗ് എക്സെട്ര. ഇപ്പോൾ ഇവരെന്ത് ചെയ്യും? എർത്തിലേക്ക് സ്നോ അല്ലെങ്കിൽ റെയിനൊക്കെ ആയിട്ടുള്ള ഫോമിൽ എന്ത് ചെയ്യും? താഴത്തേക്ക് വരും. ദിസ് ആസിഡ് ഡെപ്പോസിഷൻ ഈസ് നോൺ ആസ് ആസിഡ് റെയിൻ. അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയാം. pH ഓഫ് ആസിഡ് റെയിൻ എന്താണ്? << 5.6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ താജ്മഹലാണ്. താജ്മഹലിലെ മാർബിൾസ് എന്ത് ചെയ്യും? ആസിഡ് റെയിൻ കാരണം ഒരു ബ്ലാക്ക് ഡോട്ട് അതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നാണ് ആസിഡ് റെയിനിൻ്റെ ഫോർമേഷൻ. ആസിഡ് റെയിൻ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഫോർമേഷൻ എങ്ങനെയാണ്? നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് സൾഫർ ഓക്സൈഡ്സ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഫോം HNO3 ആൻഡ് H2SO4. നൈട്രജൻ ഓക്സൈഡ്സ് മുകളിൽ പോയിട്ട് എന്താവും? HNO3 ആയിട്ട് മാറും, നൈട്രിക് ആസിഡ്. അല്ലെങ്കിൽ അതേപോലെ സൾഫർ ഓക്സൈഡ്സ് മുകളിൽ പോയിട്ട് എന്താവും? സൾഫ്യൂരിക് ആസിഡ്സ് ആയിട്ട് മാറും. ദെൻ അവരെന്ത് ചെയ്യും? റെയിൻ്റെ കമ്പോണൻസ് ഫോമിൽ താഴത്തേക്ക് വരും. അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്താണ്? ആസിഡ് റെയിൻ കോസസ് റെസ്പിറേറ്ററി ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്. പിന്നെ കൊറോഷൻ ഓഫ് മെറ്റൽസ്. ആസിഡ് റെയിൻ വാഷസ് അവേ ദ ന്യൂട്രിയൻസ് ഫ്രം പ്ലാന്റ് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അതിൻ്റെ കേളിംഗ് ഓഫ് ലീവ്സ്, റെഡ്യൂസ് ഫോട്ടോസിന്തറ്റിക് കാപ്പബിലിറ്റി, കോസ് ഡാമേജ് ടു ബിൽഡിങ്സ്, സ്റ്റാച്യൂസ്, മോണമെൻറ്റ്സ്, ഡിസ്ട്രോയ് ഫാബ്രിക് പേപ്പേഴ്സ് എക്സെട്ര. നെക്സ്റ്റ് വരുന്നത് കൺട്രോൾ ഓഫ് ആസിഡ് റെയിൻ ആണ്. ആസിഡ് റെയിനിൻ്റെ കൺട്രോളിങ് എങ്ങനെയാണ്? ഷോർട്ട് ടേം കൺട്രോൾ, അതായത് ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല. ഷോർട്ട് ടേം കൺട്രോൾ ഓഫ് ആസിഡ് ഡെപ്പോസിഷൻ പ്രോബ്ലം ക്യാൻ ബി അച്ചീവ്ഡ് യൂസിങ് ലൈം ഇൻ ആസിഡ് പൊല്യൂട്ടഡ് സോയിൽസ് ആൻഡ് ഫ്രഷ് വാട്ടർ ബോഡീസ്. അതായത് ഇത് എഫക്റ്റഡ് ആയ റീജിയൻസിൽ ലൈം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളതിനെ ലൈം വെച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇതിനുള്ളൊരു ടെമ്പററി സൊല്യൂഷൻ. പിന്നെ റെഡ്യൂസ് എയർബോൺ നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് സൾഫർ ഓക്സൈഡ്സ്. നെക്സ്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് refers to the significant increase of earth climatic temperature over a relatively short period of time as a result of human activities. അതിന് കാരണം എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതുപോലെ റിലീസ് ഓഫ് CFC, CH4, NO എക്സെട്ര. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്. The greenhouse effect is the progressive warming up of Earth's surface at atmosphere due to the blanketing effect of CO2 and certain gases like CH4 ozone that absorbs and emit infrared radiations. അപ്പോൾ എന്താണ്? CO2 അതേപോലെ മീഥേൻ തുടങ്ങിയ ഗ്യാസസ് ആണ് എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണം. ഇവരെന്ത് ചെയ്യും? നമ്മുടെ സാധാരണ പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യും? ഇവർ സൺലൈറ്റിൽ അബ്സോർബ് ചെയ്തിട്ട് അതിന് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. അങ്ങനെ എന്ത് ചെയ്യും? ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും. അതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാം. ഈ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് വരും, അഗ്രികൾച്ചറിൽ ഡ്രോപ്പ് വരും, പിന്നെ സീ ലെവൽ കൂടും. കാരണം എന്താണ്? സീ ലെവൽ കൂടാൻ കാരണം പോളർ റീജിയൻസിൽ ഐസ് ഉരുക്കുന്നതാണ്. പിന്നെ ഡിസീസസ് കൂടും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇൻക്രീസ് ആവും. അങ്ങനെ എന്താണ്? ഡിസീസസ് സ്പ്രെഡ് ആവും. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്. പിന്നെ അതിൽ വരുന്നത് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. അതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ വരിക? CFC വഴി. CFC എന്താണ്? CFC diffused into stratosphere where they generate chlorine radicals due to the action of UV light. അപ്പോൾ CFC മുകളിലേക്ക് പോയിട്ട് അവിടേക്ക് എന്ത് ചെയ്യും? സൺലൈറ്റോട് ഇൻട്രാക്ഷൻ വരുമ്പോൾ ക്ലോറിൻ റാഡിക്കൽസ് ആയിട്ട് മാറും. ആ ക്ലോറിൻ റാഡിക്കൽസ് റിയാക്ട് വിത്ത് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ആൻഡ് കൺവേർട്ട് ഇൻ ടു O2. അതായത് അവിടെ ഉള്ള ഓസോണുമായിട്ട് ഈ ക്ലോറിൻ റിയാക്ട് ചെയ്തിട്ട് എന്താണ്? അതിനെ ഓക്സിജനായിട്ട് മാറ്റും. അങ്ങനെയാണ് എന്ത്? ഈ
ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ സംഭവിക്കുന്നത്. പിന്നെ വേറെ എന്താണ് NOx, സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഡിസ്ചാർജ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ കൂടെ ഈ എയർക്രാഫ്റ്റ്സും മറ്റും പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നൈട്രജൻ ഓക്സൈഡ്സ് ഒരുപാട് പുറന്തള്ളും. അതും എന്തിന് കാരണമാവും, ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാവും. നെക്സ്റ്റ് അതിൻ്റെ പ്രിവെൻഷൻ. CFCക്ക് പകരം എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാം, HFC യൂസ് ചെയ്യാം. അതിനെന്താണ്, സീറോ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യലാണ്, ODP എന്ന് പറഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് ഓസോണിന് മെയിനായിട്ട് വരുന്നത് എന്താണ്, ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുക, റെഫ്രിജറൻസ് ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ CFCക്ക് പകരം HFC യൂസ് ചെയ്യാം. അതേപോലെ അമോണിയ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അമോണിയ ഈസ് എ ഗുഡ് റെഫ്രിജറൻറ്റ്. അതിന് ODP GDP എന്താണ്, സീറോ ആണ്. GWP എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ അമോണിയ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ CO2 യൂസ് ചെയ്യാം. പക്ഷേ CO2ക്ക് എന്തുണ്ട്, ODP ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിലും GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, 1 ആണ്. നെക്സ്റ്റ് എന്താണ് ഭോപ്പാൽ ട്രാജഡി. ഇത് ചോദിക്കാറുണ്ട്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. SASൽ ചിലപ്പോൾ ചോദിക്കാം ഭോപ്പാൽ ട്രാജഡി. അപ്പോൾ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ല, എന്നാലും എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. It refers to the tragic gas leak incident on night of 2nd December in 1984. In this incident, 30 to 40 tons of highly toxic methyl isocyanate, MIC എന്ന് യൂസ് ചെയ്യാം, MIC എന്ന് പറയാം, MIC gas get and a small amount of phosgene എന്താണ്, is a poisonous gas are leaked from the UCIL pesticide plant. അപ്പോൾ എവിടെ നിന്നാണ് എന്തൊക്കെയാണെന്നൊക്കെ ഓർക്കുക. എന്താണ്, 30 to 40 tons of methyl isocyanate അല്ലെങ്കിൽ മൈക്ക് ആൻഡ് ഫോസ്ജീൻ എവിടെ, UCIL pesticide പ്ലാന്റിൽ നിന്ന് ലീക്കായി. മൈക്ക് ഈസ് ഹൈലി റിയാക്റ്റീവ് വിത്ത് സെവറൽ ആക്റ്റീവ് ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിങ് വാട്ടർ. ഈവൻ ദോ വാട്ടറുമായിട്ട് വരെ എന്ത് ചെയ്യും, അത്രയും റിയാക്റ്റീവായിട്ടുള്ള മെറ്റലാണ്, റിയാക്റ്റീവായിട്ടുള്ള സാധനമാണ് എന്ത്, മീഥൈൽ ഐസോസയനേറ്റ്. അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, വാട്ടർ എൻ്റർഡ് ടു ദ മൈക്ക് ടാങ്ക് ലീഡ് ടു ദ എക്സ്പ്ലോഷൻ. അതർ റീസൺസ് എന്താണ്, മൈക്ക് ടാങ്ക് വാസ് ഫിൽഡ് to 87% while the maximum permissible was 50%. ശരിക്കും 50% ഒക്കെ തന്നെയാണ് അതിൻ്റെ മാക്സിമം വരെ, എങ്കിൽ കൂടി എന്ത് ചെയ്യും, അതിൽ 87% എന്ന് അടച്ചിരുന്നു. പിന്നെ അതെന്താണ്, 0 ഡിഗ്രിയിലല്ല, മീഥൈൽ ഐസോസയനേറ്റ് 0 ഡിഗ്രിയിലല്ല എന്ന് സൂക്ഷിച്ചിരുന്നു. പിന്നെ സേഫ്റ്റി വാൾവ്സ് എന്തായിരുന്നു, ഡിഫക്റ്റീവ് ആയിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ വേറെ റീസൺസ്. ആഫ്റ്റർ ദിസ് പ്ലാന്റ് ഡീലിംഗ് ടോക്സിക് മെറ്റീരിയൽ ഷുഡ് നോട്ട് ഹാവ് ബീൻ allowed to function in the heavy populated area. അതിനുശേഷം ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എന്താണ്, ഇതേപോലുള്ള പ്ലാന്റ്സ് പോപ്പുലേറ്റഡ് ഏരിയാസിൽ ഇപ്പം എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു നിയമം ഇംപ്ലിമെൻറ്റഡ് ഇട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഡിസീസസ് ആണ്. ഇതിലൊരു 3 ഡിസീസസ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതിലൊന്നാണ് ബ്ലൂ ബേബി സിൻഡ്രോം. എന്താ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ, when water polluted with the fertilizers containing nitrates is consumed by human, nitrates is reduced to nitrates. അതായത് നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മനുഷ്യരിലേക്ക് എത്തിയാൽ എന്താണ്, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നൈട്രേറ്റ്സ് എന്തായിട്ട് മാറും, നൈട്രൈൽസ് ആയിട്ട് മാറും. നൈട്രൈൽസ് ആയിട്ട് മാറും. ഇവിടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഇൻഡസ്റ്റൈനിൽ ബാക്ടീരിയയാണ് എന്ത് അത് ചെയ്യാം. Then as nitrates causes എന്താണ്, ബ്ലൂ ബേബി സിൻഡ്രോം. നൈട്രേറ്റ്സ് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണം, ഇൻ വിച്ച് നൈട്രൽ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് കോസസ് സഫോക്കേഷൻ ആസ് വെൽ ആസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഇപ്പോൾ എന്താണ്, ഇത് നമുക്ക് സഫോക്കേഷൻ അതേപോലെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഡിസീസസ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഔച്ച് ഡിസീസ് അല്ലെങ്കിൽ ഇറ്റായ് ഡിസീസസ്. എന്താണ്, കാഡ്മിയം പോയ്സണിങ് ആണ്. എവിടെ, ജിൻസു റിവറിൽ, ജപ്പാനിലെ ജിൻസു റിവറിൽ കാഡ്മിയം പോയ്സണിങ് നടന്നു. അതെങ്ങനെ എത്തി, അവിടുത്തെ ഫിഷസ് ഈറ്റ് ചെയ്ത ആൾക്കാർക്ക് ഉള്ളിലേക്ക് ഇതെത്തി. അപ്പോൾ അവരുടെ സിംറ്റംസ് എന്താണ്, അവരുടെ ബോൺസ് ആർ ഫ്രജൈൽ, അതായത് ബെൻഡഡ് ആയിട്ടുള്ള ബോൺസ്, അതേപോലെ മൈക്രോ ഫ്രാക്ചേഴ്സ്, ആ ബോൺസിലൊക്കെ എന്താണ് ഫ്രാക്ചേഴ്സ് വന്നു. അതിനെയാണ് നമ്മൾ ഔച്ച് ഡിസീസസ് എന്ന് പറയാം. എന്താണ് കാരണം,
എവിടെയാണ്, എന്താണ് കാരണം, എന്താണ് സിംറ്റം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ ഒന്നും കൂടി ബ്ലൂ വെൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, നൈട്രേറ്റ്സ് ആണ് കാരണം. ഇവിടെ ഇൻഡസ്ട്രിയനിൽ എത്തും, ഹ്യൂമൻസിൻ്റെ ഇൻഡസ്ട്രി, അത് എവിടുന്ന സോഴ്സ്, ഫെർട്ടിലൈസേഴ്സ് ആണ് സോഴ്സ്. ഹ്യൂമൻസിൻ്റെ ഇൻഡസ്ട്രിയനിൽ എത്തിയാൽ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ അതിനെ എന്തായിട്ട് മാറ്റും, ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ അതിനെ നൈട്രൈൽസ് ആയിട്ട് മാറ്റും. ഈ നൈട്രൈൽസ് എന്ത് ചെയ്യും, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയ്ക്കും. അതെന്താണ്, സഫോക്കേഷനും റെസ്പിറേറ്ററി പ്രോബ്ലംസിനും കാരണമാവും. ഇനി ഔച്ച് ഡിസീസസിന് കാരണം കാഡ്മിയം പോയ്സണിങ് ആണ്. അതെവിടെയാണ്, ജപ്പാൻ ഇൻ ജിൻസു റിവറിലാണ്. അതിൻ്റെ സിംറ്റംസ് എന്താണ്, ഫ്രജൈൽ ബോൺസും മൈക്രോ ഫ്രാക്ചറിങ് ബോൺസും. നെക്സ്റ്റ് വരുന്ന ഡിസീസാണ് മിനമാറ്റ ഡിസാസ്റ്റർ. ഇപ്പം ന്യൂറോളജിക്കൽ സിൻഡ്രോം റിസൾട്ടിങ് ഇൻ ദ ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് കോസ്ഡ് ബൈ സിവിയർ മെർക്കുറി പോയ്സണിങ്. അവിടെ കാഡ്മിയം പോയ്സണിങ് ആണ്, ഇവിടെ എന്താണ്, മെർക്കുറി പോയ്സണിങ് ആണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഒട്ടോക്സിയ, ജനറൽ മസിൽ വീക്ക്നെസ്, നമ്പനെസ്, ഡാമേജ് ടു സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. എവിടെയാണ് ഡിസ്കവർ ചെയ്തത്, മിനമാറ്റയിലാണ്, അതും ജപ്പാനിലാണ്. എന്താണ് കാരണം, കോസ്ഡ് ബൈ മീഥൈൽ മെർക്കുറി റിലീസ്ഡ് ഫ്രം മിനമാറ്റ കെമിക്കൽ പ്ലാന്റ്. ഇപ്പം എന്ത് ചെയ്യും, അത് അവിടുത്തെ ഫിഷസിലേക്ക് എത്തി, ആ ഫിഷസ് കഴിച്ച ആൾക്കാർക്കാണ് എന്ത്, ഈ മിനമാറ്റ ഡിസീസസ് വന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. അതിൽ DO, BOD, COD. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ BOD ആൻഡ് COD എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, ഇതും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇത്, സ്മോഗ്, അതേപോലെ എയർ പൊല്യൂഷൻ, പിന്നെ ഈ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, പിന്നെ 3 ഡിസീസസ്. അപ്പോൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കുക. ഇപ്പോൾ എന്താണ് DO അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ, ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് എ ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലൈഫ് ഫോർ അക്വാറ്റിക് പോപ്പുലേഷൻ. അതായത് വെള്ളത്തിലുള്ള ജീവികൾക്ക് ജീവിക്കാൻ വേണ്ട ഓക്സിജൻ്റെ അളവ്, അതിനായിട്ട് നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുക. ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ വാരി ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, സലൈനിറ്റി. അവിടുത്തെ ഉപ്പിൻ്റെ അംശം, അതേപോലെ പ്രഷർ, ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസം വരും. യൂഷ്വലി ഡിറ്റർമിൻഡ് ബൈ ഐഡോമെട്രിക്കലി ആണ് എന്ത്, DOൻ്റെ അളവ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഡു അലൗഡ് വിത്ത് പൊട്ടാസ്യം അയഡൈഡ് ടു ലിബറേറ്റ് I2 വിച്ച് ഈസ് ദെൻ ട്രീറ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് തയോസൾഫേറ്റ് സൊല്യൂഷൻ. നെക്സ്റ്റ് വരുന്നത് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Amount of dissolved oxygen consumed by microorganisms in the process in a measure of the quantity of organic matter present in it. അതായത് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്ത ഓക്സിജൻ്റെ അളവ്, അതിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയാം. It is determined by finding out the amount of dissolved oxygen in it before and after its incubation for 5 days in dark at 20 degrees Celsius. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ സാധനം എടുക്കും, അതിനെന്ത് ചെയ്യും, ഇൻക്യുബേഷൻ വയ്ക്കും, ഒരു 5 days വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഡാർക്ക് അതേപോലെ 20 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുക. എന്നിട്ട് അതിൽ ഇനീഷ്യലി എത്ര ഓക്സിജൻ്റെ അളവുണ്ട് നോക്കും, 5 ദിവസത്തിന് ശേഷം എത്ര ഓക്സിജൻ്റെ അളവുണ്ട് നോക്കും. ആ ഡിഫറൻസ് ആണ് എന്ത്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Chemical oxygen demand of a sample of water is the oxygen equivalent required for the oxidation of organic matter in water. It is determined with the help of strong chemical oxidant, usually K2Cr2O7. Potassium dichromate ആണ് യൂസ് ചെയ്യാം. A definite volume of water is boiled for 2 hours under reflux with an excess known volume of potassium dichromate in 50% H2SO4 with the HgSO4 mercuric sulfate as catalyst. The mixture is diluted with 80 ml of distilled water and cooled, then added 8 normal H2SO4. ഇത് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ എന്ത് ചെയ്യുക, ഒന്നിച്ചിട്ടൊന്ന് പഠിക്കുക. ബാക്കി 2 എളുപ്പമാണ്. CODയിൽ മാത്രമേ ഡിറ്റർമിനേഷൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. എന്താണ് അതിൻ്റെ എൻഡ് പോയിന്റ്, ബ്ലൂ ഗ്രീൻ ടു റെഡിഷ് ബ്രൗൺ ഈസ് ദ എൻഡ് പോയിന്റ്. COD കണ്ടുപിടിക്കാനുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ താഴെ വരുന്നത്.
നെക്സ്റ്റ് വരുന്നത് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ മീൻസ് പൊല്യൂഷൻ ഡ്യൂ ടു ഹീറ്റ്. Thermal pollution refers to the undesirable effect of arising due to the addition of heat to bodies of water and impacts എന്താണ് ഡെത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്, ഡിപ്ലീഷൻ ഓഫ് ഡിസോൾവഡ് ഓക്സിജൻ. കൺട്രോൾ മെഷേഴ്സ് എന്താണ് കൂളിംഗ് ബോണ്ട് മെത്തേഡ്. The warm water from the plant is allowed to artificial pond. Evaporation takes place leaving the cold water. അതായത് കൂളിംഗ് ബോണ്ട് മെത്തേഡ്, അതായത് തെർമൽ പ്രോസസ്സിങ് കഴിഞ്ഞ് വന്ന വാട്ടറിന് എന്ത് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടിലേക്ക് കടത്തിവിടും. അവിടെ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് തണുപ്പിക്കും. അതിനെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ചൂട് എന്ത് ചെയ്യും, ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് വെള്ളം തണുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ സാധാ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടും. പിന്നെ കൂളിംഗ് ടവർ മെത്തേഡ്, ഒരു ഹൈറ്റിൽ നിന്ന് സെർട്ടൻ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ താഴത്തേക്ക് ഒഴുക്കി വിടും. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പൊല്യൂഷനാണ്. Light pollution is the alteration brought due to the naturally existent light levels in the night environment by the inappropriate introduction of excess artificial light. അതായത് സാധാരണ ലൈറ്റ് പൊല്യൂഷൻ എപ്പോഴാണ് നടക്കുക, നൈറ്റിലാണ് നടക്കുക. സാധാരണ നൈറ്റിൽ യൂസ് ചെയ്യേണ്ട ലൈറ്റിന് പകരം എക്സസ് ആയിട്ടുള്ള ലൈറ്റ് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയാം. അതിൻ്റെ എഫക്റ്റ് എന്താണ്, വേസ്റ്റേജ് ഓഫ് എനർജി, സ്കൈ ഗ്ലോ ലിമിറ്റ്സ് ആസ്ട്രോണമിക്കൽ സ്റ്റഡി. പിന്നെ ലൈറ്റ് പൊല്യൂഷൻ, സ്കൈ ഗ്ലോ എന്താണെന്ന് നമുക്ക് താഴത്ത് ഡിസ്കസ് ചെയ്യാം. ആസ്ട്രോണമിക്കൽ സ്റ്റഡിക്ക് ഡിസ്റ്റർബൻസസ് വരും. പിന്നെ എഫക്റ്റ് ഓഫ് ബേർഡ് മൈഗ്രേഷൻ. അപ്പോൾ അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, ഒന്ന് ലൈറ്റ് ട്രസ്പാസ് ആണ്. ലൈറ്റ് ട്രസ്പാസ് ഒക്യൂസ് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് വെർ ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. എക്സാമ്പിൾ സെക്യൂരിറ്റി ലൈറ്റ്. പിന്നെ വരുന്നത് സ്കൈ ഗ്ലോ ആണ്. സ്കൈ ഗ്ലോ റെഫേഴ്സ് ടു ദ ഗ്ലോ ഇൻ ദ നൈറ്റ്. സ്കൈ ഗ്ലോ എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് എന്താണ് സ്കൈ ഗ്ലോ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ സ്കൈ ഗ്ലോ എന്താണെന്നും പഠിക്കുക, ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഇറ്റ് ഡിസ്റ്റർബ്സ് ദി ആസ്ട്രോണമിക്കൽ സ്റ്റഡി അറ്റ് നൈറ്റ്. Sky glow refers to the glow in the night sky over populated areas which can be observed even from very far regions. അതായത് ഒരു സിറ്റീനെ, ഒരു പർട്ടിക്കുലർ ഏരിയനൊക്കെ നമ്മൾ ദൂര സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഫുൾ പ്രകാശമായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ പല ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു സെർട്ടൈൻ ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കുന്ന സമയത്ത് താഴത്ത് എല്ലാം ഭയങ്കര ഭംഗിയിൽ എന്താണ് ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൗണിലോ. അതിനാണ് നമ്മൾ സ്കൈ ഗ്ലോ എന്ന് പറയാം. It reduces astronomical view in night. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, സ്മോഗ് എന്താണ്, എയർ പൊല്യൂഷൻ, സ്മോക്ക് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഡിസീസസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാട്ടർ പാരാമീറ്റേഴ്സ് BOD COD അതേപോലെ DO അതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്.